എല്ലാ സത്യങ്ങളും എല്ലാവരും വിളിച്ചു പറയാനുള്ളതല്ല. സ്വകാര്യത നമ്മുടെ രഹസ്യാത്മക ഭാവമാണ്. ഓരോ മനുഷ്യനെയും താങ്ങി നിർത്തുന്നതും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതും നമ്മുടെ പ്രൈവസിയാണ്. നിങ്ങളുടെ സ്വകാര്യമായ കാര്യങ്ങൾ കാണുന്നവരോടെല്ലാം വിളിച്ചു പോയി നടന്നാലേ അതിന്റെ പ്രത്യാഘാതം നിങ്ങൾക്ക് അതിജീവിക്കാനാകണമെന്നില്ല. ചിലരുണ്ട് ആരെയെ കണ്ടാലും അവനവനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ഉള്ളത് മുഴുവൻ അങ്ങ് വിളമ്പി നടക്കും. നമ്മുടെ സ്വകാര്യത നമ്മുടെ പവറാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളെക്കുറിച്ച് അറിയില്ലാത്ത കാര്യങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നിങ്ങളെ നശിപ്പിക്കാനാവില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ നിങ്ങളെ നശിപ്പിക്കാൻ അവർക്ക് നിങ്ങൾ തന്നെ കാരണം കണ്ടെത്തി കൊടുക്കുകയാണ്. ഈ നല്ല കാര്യങ്ങൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ പ്രസരണശേഷി വളരെ കുറവാണ്. എന്നാൽ ഒരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, കാറ്റുപോലെ നാട്ടിൽ പടരും. അതങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എല്ലാം പോയി എല്ലാവരും വിളമ്പാൻ നിൽക്കരുത്. ഒരാളെ നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രമാത്രം അവർക്ക് നമ്മളെ പറ്റിക്കാനും എളുപ്പമാണ്. നമ്മളാണെങ്കിലും മറ്റുള്ളവരെക്കുറിച്ച് വല്ലതും കേൾക്കുമ്പോൾ അതിനെപ്പറ്റി നന്നായി അറിയാതെ അല്ലെങ്കിൽ സത്യമാണെന്ന് ബോധ്യമാകാതെ ഇടപെടാനോ പറഞ്ഞു നടക്കാനോ കൂട്ടു നിൽക്കരുത്. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനേ പോകരുത്. ചിലർക്കുണ്ടല്ലോ, മറ്റുള്ളവരെ മോശമാക്കി കാണിക്കുക ഒരു പ്രത്യേക കഴിവ് തന്നെയാട്ടോ. നീ അറിഞ്ഞോ, മറ്റവരുടെ കാര്യം കേട്ടായിരുന്നോ, ആരുടെ എന്തോന്ന് കേൾക്കാൻ അറിയാൻ. അവരതൊക്കെ അവതരിപ്പിക്കുന്ന രീതി ശൈലിയൊക്കെ കണ്ടാൽ അതൊക്കെ വല്ല നല്ല കാര്യത്തിനും വല്ല ഉപയോഗിക്കുമായിരുന്നു എത്ര നന്നായി പോയാലല്ലേ. മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയാത്തതൊന്നും കേൾക്കാതിരിക്കുക. കേൾക്കാൻ ഇമ്പമില്ലാത്തതൊന്നും പറയാതിരിക്കുക. കാണുന്നതും കേൾക്കുന്നതും എല്ലാം പാടി നടക്കാതെയും ഇരിക്കുക. തുറക്കട്ടെ മനസ്സുകൾ.